ഹായ് ഹാപ്പി ലൈഫ് വിത്ത് അമ്മൂലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ വീഡിയോ കാണാൻ എല്ലാവരും റെഡിയല്ലേ? കാണുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. രാവിലത്തെ ചായ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മെഷീനിൽ കുറച്ച് തുണി തീരുമാനിട്ടതിന് ശേഷം നമ്മൾ ഉച്ചക്കലത്തെ പരിപാടികൾ ചെയ്യാൻ കേട്ടോ. ആദ്യം തന്നെ അരി കഴുകിയിട്ട് അടുപ്പത്തിട്ട് അത് അവിടെ കിടന്ന് വേകുമ്പോഴത്തേന് നമുക്ക് കറികളൊക്കെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഒരു കുമ്പളങ്ങ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഫ്രിഡ്ജ് നാശമായിരിക്കണം അതുകൊണ്ട് പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിലിരുന്ന് നാശമാവാൻ 2-3 ദിവസമായിട്ട് ഫ്രിഡ്ജ് വർക്ക് ചെയ്യണില്ല. അപ്പം നമ്മളൊരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടുണ്ട്, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളിവിടെ പണികൾ ചെയ്യുന്നുണ്ട്, വീഡിയോ എടുക്കണ തകൃതി തിരക്കൊക്കെയാണ് കേട്ടോ. അപ്പം പരിപ്പും കുമ്പളങ്ങയും കറി വെച്ചിട്ട് ഒരു കാബേജ് ഇരിക്കുന്നുണ്ട്, അതും ഉപ്പേരി വെക്കാം, ലക്ഷം ചമ്മന്തി ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ കരുതിയിട്ടാണ് കേട്ടോ അന്ന് അടുക്കളയിലേക്ക് കയറിയേക്കുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, പതിവ് പോലെ മീൻകാരം വരുന്നില്ല, അപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പം കുമ്പളങ്ങ വേഗം വേഗം നന്നാക്കിയെടുത്ത് പരിപ്പും കുമ്പളങ്ങ കൂടി ഒരുമിച്ച് അങ്ങോട്ട് നുറുക്കി കുറച്ച് മഞ്ഞളും മുളകൊക്കെ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാൻ കേട്ടോ. അപ്പോൾ പരിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു ചെറിയ സവോള കൊത്തി കൊത്തി അരിഞ്ഞതിൻ്റെ ശേഷം അതിൽ ഉണക്കമുളകും കൂടിയിട്ട് കുത്തിയിട്ടിട്ടാണ് കേട്ടോ തൂമിക്കണത്. ഈ കറിയിലേക്ക് ചമ്മന്തിയും പപ്പടമൊക്കെ നല്ല രസമാണ് കേട്ടോ. ഒരു ഉണക്കൽ പൊരിച്ചുകൊണ്ടായാൽ സൂപ്പറാണ്. ഇവിടെ ഉണക്കലൊന്നുമില്ല, ഉള്ളത് കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം കടുക് പൊട്ടിച്ച് എന്നിട്ട് സവോളയിലിട്ട് മൂപ്പിച്ചതിന് ശേഷം ഉണക്കമുളകും കുത്തിയിട്ടിട്ട് പരിപ്പിൽ കൊഴിച്ച് പരിപ്പ് കറി അവിടെ റെഡി ആയിട്ടാണ്. ചെറിയ സവോളയും ഒരു 2 പച്ചമുളകും കുറച്ച് പുളിയും ഒരു ലേശം ഉപ്പും ഇട്ടിട്ട് ഒന്നടിച്ചെടുത്ത് ഒരു ലേശം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ നല്ല അടിപൊളി ഒരു കൊള്ളിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു ചമ്മന്തി റെഡി ഇട്ടാ. ചോറിൽക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തി റെഡി ആകുമ്പോഴത്തേനും ചോറ് വെന്തൂട്ടാ. അപ്പോൾ അത് ഊറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊരിപ്പിച്ചതിന് ശേഷം അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അതുവരെ ആയ പാത്രങ്ങളൊക്കെ എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അടുക്കള ക്ലീൻ ചെയ്തിട്ട് ഇടുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഉപ്പേരി വെക്കണം. പക്ഷേ അപ്പോഴത്തേനും നമുക്ക് ഇലക്ട്രീഷ്യൻ വന്ന് ആ തെക്കും തിരക്കൊക്കെ ആയ കാരണം നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വേറെ ചില വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ.